ഇവിടുത്തെ നെല്ലൊക്കെ പറിച്ച് കേട്ടോ. അടവിനാർ ഡാം. ക്യാമ്പാ? ആ കേറിയാ? എങ്ക எல்லாம் കൃഷി முடிஞ்சாச்சுல்லே? நெல்லெல்லாம் அறுத்தாச்சு? இங்க நெல்லெல்லாம் விளைஞ்சு அறுத்தாச்சுல்லே? எங்க ഞാൻ കൊല്ലം, കേരള കൊല്ലം. ആ കൊല്ലം കൊല്ലം. ചുമ്മാ ഇങ്ങോട്ട് വന്നതാ, ഈ സ്ഥലമൊക്കെ കാണാം. അപ്പോഴത്തേക്ക് നെൽകൃഷിയൊക്കെ കഴിഞ്ഞ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഡിയോസ് അമിഗോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് നിന്നും തെങ്കാശിലോട്ടുള്ള യാത്രയിലാണ്. പിന്നെ ബാക്കി കാഴ്ചകളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ. എല്ലാവർക്കും രാവിലെ തിരക്കാണല്ലോ. തിരക്ക്, എല്ലാവരും രാവിലെ ജോലിക്കൊക്കെ പോകുന്ന തിരക്ക് തന്നെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പെട്രോൾ അടിക്കാൻ മറന്നുപോയി. ഇപ്പോൾ പെട്രോൾ പമ്പ് നോക്കിയിട്ട് കാണുന്നതുമില്ല. ഇപ്പോൾ കൊട്ടാരക്കര അമ്പലത്തിൽ കാലം എത്തുമ്പോൾ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്. നിൽക്കാം. പെട്രോൾ അടിച്ചിട്ട് പോകാം, പെട്രോൾ അടിച്ചിട്ട് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ കൊട്ടാരക്കരയിലാണ്. വെബ്സൈറ്റാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. മിക്കുള്ള എല്ലാവർക്കും അറിയായിരിക്കും കൊട്ടാരക്കര ക്ഷേത്രം ഫേമസ് ആണ്. ഞാൻ പറഞ്ഞ ഫേമസ് ആണ്, അല്ലാതെ തന്നെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് കൊട്ടാരക്കര അമ്പലം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിത് പറയുന്നത് എന്തിനാണെന്ന് അറിയാം. ഞങ്ങൾക്ക് അറിയാത്ത പോലെ ആണോ ഇവിടെ എന്നൊക്കെ ചോദിക്കും. ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഞാനിപ്പോൾ കൊട്ടാരക്കര പാസ് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ കൂടെ പോയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഇത് കൊട്ടാരക്കര അമ്പലമാണേ, ഫേമസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം കൊല്ലത്തൊക്കെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും കൊട്ടാരക്കര വരാത്തൊന്നും ആരും കാണത്തില്ല. അപ്പം കൊല്ലം ജില്ലയിലല്ലാതെ അങ്ങ് പുനലൂർ, തിരുവനന്തപുരം, കോട്ടയം. പുനലൂർ നേരെയാണ്, ട്രിവാൻഡ്രം റൈറ്റ്, കോട്ടയം ലെഫ്റ്റ്. ഇതിൽ ട്രിവാൻഡ്രത്തോട്ട് എം സി റോഡ് നേരെ കോട്ടയത്തോട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ്, നാഷണൽ ഹൈവേ. ഇപ്പം ഇവിടെ നിന്നാണ് കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ടും മറ്റൊക്കെ ഇങ്ങനെ വണ്ടികൾ പോകുന്നത് കൊല്ലത്ത് നിന്ന്. പക്ഷേ റോഡിൻ്റെ വീതി എന്ന് വെച്ചാൽ 2 ലൈൻ പാതയാണ്, ഇതിൻ്റെതായിട്ടുള്ള വീതിയൊന്നും ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കൊട്ടാരക്കര സിഗ്നൽ കഴിഞ്ഞ് ഇപ്പം നമ്മൾ കുന്നിക്കോട് അതുപോലെ തന്നെ പുനലൂരോട്ടൊക്കെ പോകുന്ന റോഡാണ്. ഇത് നേരെ പോകുന്നത് തെങ്കാശിയിലോട്ടുമാണ്. പിന്നെ ഒരു ഹൈറ്റിലോട്ട് കയറുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഹൈറ്റും ഇങ്ങനെ അതാണ്ടാ സമയം കോടയൊക്കെ 8 ആയിട്ട് ഇവിടൊക്കെ കോടയോ കൊള്ളാലോ. സൂപ്പറാണല്ലേ. അങ്ങനെ നമ്മൾ ഈ കൊട്ടാരക്കരയൊക്കെ കഴിയുമ്പോഴേ ഞാനിപ്പം എപ്പോഴായാലും ഈ റോഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഞാനിപ്പം കൊല്ലത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞ് കൊല്ലവും ചന്ദനത്തോപ്പൊക്കെ സാധാരണ അവിടെയൊക്കെ ഒരു നിരന്ന പ്രദേശമാണ്. അവിടെ നിന്ന് ഇപ്പം കൊട്ടാരക്കര ഈ ഒരു ഏരിയ ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഒരു മലയോര മേഖലയാണ്. അങ്ങനെ ഒരു ഹൈറ്റും അതുപോലെ താഴോട്ട് നോക്കാൻ നേരത്ത് ദൂരത്തുള്ള ഒരു മലകളും ഉള്ള അടിപൊളിയാണ്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടുന്ന് ഒരു വണ്ടർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പറഞ്ഞ പുനലൂരിൽ നിന്നും തെമ്മലിലോട്ടുള്ള റൂട്ട്. അതിപ്പം ഈ ഇതിൻ്റെ അപ്പുറം അപ്പനായിട്ട് വരും ഈ ഒരു ഹൈറ്റിൻ്റെ. തിരുമൂക്കലം ടവറോ
റോഡിന്റെ സൈഡിലെ ഒരു ടവർ, അതെ ഫോൺ ടവറല്ല, ഇലക്ട്രിക് ലൈൻ എടുത്തിട്ടില്ലേ പോസ്റ്റിൽ നോക്കാവും ഇതിന്റെ ലൈൻ പൊട്ടി തലയാണ് വീട് പോകുന്നത്. സാധാരണ ബിൽഡിങ്ങിനൊക്കെ മണ്ടയ്ക്ക് ടവറൊക്കെ ഇരിക്കുന്നുണ്ട്, മുകൾ ടവറിലൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് ടവർ റോഡിന്റെ സൈഡിൽ കൂടെ ചെയ്യുന്നത് സംഭവം. ഏതെങ്കിലുമൊക്കെ വണ്ടി പോയി സിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെ പൊട്ടി ആ വണ്ടിക്ക് മാത്രമല്ല ആ പാട്ടുള്ള എല്ലാവരും എനിക്കാണ് മുതലുണ്ട് പാസ് ചെയ്തു. അപ്പം നമ്മൾ പുനലൂരെത്തിയപ്പോൾ ഇപ്പം പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ് ലെഫ്റ്റ് സൈഡ്, വൈറ്റ് തെന്മല. നമ്മുടെ നേരെ കാണുന്നതാണ് പുനലൂര് സസ്പെൻഷൻ ബ്രിഡ്ജ്. പണ്ട് ബ്രിട്ടീഷുകാർ വന്ന് പണിഞ്ഞ് അടിപൊളിയാക്കി വെച്ചിട്ട് പോയൊരു ഇതെല്ലാം സ്പോട്ടാണ് ഈ പുനലൂര് പാലം. ഞാൻ അപ്പുറത്ത് പോയിട്ട് കളിച്ചതാണ്, അടച്ചിട്ടേക്കോ കളവൊന്നും കൊടുക്കത്തില്ലേ. അടച്ചു പോകും. അടച്ചിട്ടേക്കണോ? കയറാൻ പറ്റത്തില്ലേണോ? കയറാൻ പറ്റത്തില്ലേ? അടച്ചേക്കാണോ? ആ നമ്മള് സസ്പെൻഷൻ ബ്രിഡ്ജിലൊന്നും കയറിയില്ല കേട്ടോ. തൂക്കുപാലത്തില് പിന്നെ ഒരു പാലമൊക്കെ കഴിഞ്ഞ് തൂക്കുപാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് തെന്മലയിലോട്ടുള്ള റോഡിലോട്ട് തിരിഞ്ഞ് ടേൺ ചെയ്ത് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കൂടുതലും വരുന്നത് വെച്ചാല് തമിഴ്നാടിന്റെ ചരക്ക് വാഹനങ്ങളും തമിഴ്നാട്ടിലുള്ള വണ്ടികളൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യലായിട്ട് ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളെ നിൽക്കുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തിന്റെ തെന്മലയിലാണ്. തെന്മലയിലെ ഒരു കറക്റ്റ് പറഞ്ഞു തന്നാൽ തെന്മലയിൽ നിന്നും ഡാമിൽ നിന്നും വരുന്ന ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. ആ വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചു തരാം. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ച നോക്കെ. ഇതിപ്പം നമ്മളെ തെന്മല ഡാമിൽ നിന്നും ഇങ്ങനെ വെള്ളം പോവുകയാണ്. ഇടയ്ക്കൊരു ചെക്ക് ഡാം, അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അങ്ങ് കാണുന്നതാണ് തെന്മല ഡാമും അതിൻ്റെതായിട്ടുള്ള ക്യാച്ച് പോയിന്റും ഏരിയ ആണിത്. ഈ വ്യൂ പോയിന്റ് കയറുന്ന സ്റ്റെപ്പാണ്. അയ്യോ അപ്പൊ നമ്മളിങ്ങനെ തെന്മല വ്യൂ പോയിന്റിൽ നിന്നും തെന്മല ഡാമിൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ്. എന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഡാമിൽ നിന്നും വെള്ളം വരുന്ന ഒരു ഡാമിന്റെ ഒരു ക്യാച്ച്മെന്റ് ഏരിയ ആണ്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കല്ലട ആറ്റിലോട്ട് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതാണ്. കൊല്ലത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള റൂട്ടിൽ ഒന്നാണ് ഇവിടെ നിന്ന് നമ്മുടെ കൊല്ലത്ത് നിന്നും തെന്മലയും അതുപോലെ ആര്യങ്കാവും അതുവഴി തമിഴ്നാട് പോകുന്ന ഈ റൂട്ട്. എത്ര നല്ല അടിപൊളി ഒരു ക്ലൈമറ്റും ഒരു ആംബിയൻസ് ഉള്ള റോഡാണെന്നറിയാമോ. ഇതിലെ എത്ര തവണ പോയാലും ഒരു മടുപ്പ് വരത്തില്ല. കാരണം റൈറ്റ് സൈഡിൽ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ തന്നെ കുറച്ചധികം ടൂറിസ്റ്റിൻ്റെ ആൾക്കാരെ ആകർഷിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് വെൽക്കം ടു തെന്മല എക്കോ ടൂറിസം. അപ്പം ഈ റോഡ് റൈറ്റ് വരുന്നതാണ്
തെന്മല എക്കോ ടൂറിസത്തോട്ടും പിന്നെ തെന്മല ഡാമിലോട്ടുള്ള എൻട്രി. കൊല്ലത്ത് നിന്ന് വരുമ്പം തെന്മല ഡാമിലോട്ടുള്ള എൻട്രി ഇതാണ്. അപ്പം നമ്മുടെ നേരെ കാണുകയാണ് തെന്മല ഡാം കല്ലട ഇറിഗേഷൻ പ്രൊജക്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളൊക്കെ പറയുന്നത് തെന്മല ഡാം എന്നാണ്. അപ്പം തെന്മല ഡാമിൽ കയറാൻ പ്രത്യേകിച്ച് ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് ഇത് നേരെ കുളത്തുപുഴ പോകുന്ന റോഡാണ്. എനിക്കൊന്ന് തെന്മല ഡാം തുറന്നേക്ക് വന്നു കേട്ടോ. നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഡാമിൻ്റെ ഏതോ ഒരു ഷട്ടറിൻ്റെ ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. കൊള്ളാം. തെന്മല ഡാം കൊല്ലം ജില്ലയുടെ മെയിനായിട്ടുള്ള ഡാമാണ് തെന്മല ഡാം. കൊല്ലം ജില്ലയിൽ വേറെ ഡാമുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ, എങ്കിലും എനിക്കറിയാവുന്ന ഡാം ഈ തെന്മല ഡാമാണ്. റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വളവും തിരിവൊക്കെ തന്നെയാണ്. മെയിനായിട്ട് സൂപ്പർ സീനറിയാണ് ഈ റൂട്ടിൽ കൂടെ വരാൻ നേരത്ത്. സൂപ്പർ സീനറിയാണ് ഈ റൂട്ട് ഇങ്ങനെ പോകാൻ നേരത്ത്. ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന് അറിയാമോ? ഈ കാഴ്ചകളൊക്കെ ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബൈക്ക് എടുത്തിട്ടോ കാർ എടുത്തിട്ടോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വഴിയൊക്കെ എത്ര മനോഹരമായിട്ടുള്ള റൂട്ടാണെന്ന് അറിയാമോ? അപ്പം കൊല്ലത്തു നിന്നും ട്രിവാൻഡ്രത്തു നിന്നൊക്കെ ഉള്ളവർക്ക് ഒരു വൺ വേ ട്രിപ്പായിട്ടോ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണത്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ കൊല്ലത്തിന്റെ 13 കണ്ണറ പാലം. പണ്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ് നമുക്ക് തന്ന 13 കണ്ണറ പാലം. ഇപ്പൊ ഇത് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചർ വഴിയുള്ള ഒരു ബിൽഡിംഗ് ആയി. എങ്കിൽ പോലും നമ്മളെ ബ്രിട്ടീഷുകാർ പണ്ട് ഇവിടെ വന്ന് പണിഞ്ഞ് തന്ന ഒരു റെയിൽവേ പാത, 13 കണ്ണറ പാലം. ഫൈനലി ഞാൻ യാത്ര ചെയ്ത് ഇങ്ങ് വന്നു. ഇപ്പം തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള പുളിയറ ചെക്ക് പോസ്റ്റിലാണ്. കണ്ട പുളിയറൈ അങ്ങനല്ലേ പറയുന്നത്? പുളിയറൈ. ഇത് കണ്ട സ്വർണ്ണ നിറമുള്ള നെൽക്കതിരുകൾ. നമ്മളൊക്കെ തിന്നുന്ന നെല്ലൊക്കെ ഇവിടുന്ന് വരുന്ന നമ്മൾ തിന്നുന്ന അരികളൊക്കെ ഇവിടുന്ന് വരുന്നതായിരിക്കും. സംഭവം എല്ലാം വിളഞ്ഞ് ഇങ്ങനെ കാറ്റത്തിങ്ങനെ വീണ് കിടക്കുകയാണ്. ഓക്കെ, അങ്ങ് ദൂരെ വരെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഈ ഭാഗത്തുള്ളതൊക്കെ പറിക്കാറായിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലൊരു മലയും. ഇത്ര മനോഹരമാണെന്ന് നോക്ക. നെല്ലെല്ലാം കാറ്റിലാടി ഒലയുന്നു. തമിഴ്നാട് അങ്ങനെ പുളിയറൈ. നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ പുളിയറയിൽ നിന്നും മുമ്പോട്ട് പോവുകയാണ്. പോകാലോ. അപ്പം യാത്ര മുന്നോട്ട് തന്നെ. അതേം പറഞ്ഞാൽ ഇത്ര നേരം നമ്മൾ കേരളത്തിൽ കൂടെ യാത്ര ചെയ്ത് ഇങ്ങ് തമിഴ്നാട് കയറിയപ്പോഴത്തേക്ക് സത്യം എന്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണെന്ന് നോക്കെ. രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളും ചോളവും, ഇതെന്താണ് തടാകവും. ഇത് കൊള്ളാല. ഈ റോഡിന്റെ സൈഡിലായിട്ട് ഒരു തടാകം. കൊള്ളാം. ആ തടാകത്തിൽ എന്താണ് കോഴിയോ ഏതോ ഒരു പക്ഷി. അങ്ങ് ദൂരെയായിട്ട് ഒരാൾ പശുവിനെ കുളിപ്പിക്കുന്നൊരു രംഗവും, ബാക്ക്ഗ്രൗണ്ടിൽ ആ മേഘങ്ങളും ഒരു മലയും. ആ സൈഡിൽ എന്താണ് കാണുന്നത്? എനിക്ക് തോന്നുന്നേ അതിലേക്കൂടെ ആയിരിക്കും വെള്ളം ഇവിടെ വരുന്നത്. അതോ ഇവിടെ നിന്ന് വെള്ളം അടുത്ത പാടത്തിലോട്ട് പോകുന്നത് ഇതിലേക്കൊന്നാണോ? ഇത് എവിടെ നിന്ന് കിടന്ന വെള്ളമാണോ എന്തോ. വേറെ സോഴ്സ് ഒന്നും കാണുന്നില്ല വെള്ളം വരാൻ. എനിക്ക് തോന്നുന്നത് ഇതൊരു തടാകം ആകാനാണ് ചാൻസ്. കൊള്ളാം, കാഴ്ചകൾ കൊള്ളാം. തമിഴ്നാടൻ കാഴ്ചകളൊക്കെ എല്ലാവരും അടിപൊളിയാണ്. കേരളത്തിൽ ഇതുപോലെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. എന്നാലും
എനിക്ക് ഈ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ വളരെ ഇഷ്ടമാണ്. നമ്മളെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ നല്ല മാറ്റമുണ്ട്. ഇവിടുത്തെ വണ്ടികളൊക്കെ തന്നെ ആയാലും നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ഇല്ലാത്ത ടൂറിസ്റ്റ് ബസ്സൊക്കെ ഇവിടെ. നമ്മുടെ നാട്ടിൽ കളർ കോഡ് വന്നപ്പം എല്ലാം ഒറ്റ കളർ ആയെങ്കിലും ഇവിടെ ഇപ്പോഴും മറ്റേ ടെമ്പോ ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കളർ കോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഓവറായിട്ടുള്ള എന്താ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ സ്റ്റിക്കർ അടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവരെങ്കിലും സ്റ്റിക്കർ ഇവരെ അടിക്കുന്നു തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനാണിത്. ഈ ചെങ്കോട്ടൈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനെ പറ്റി എനിക്ക് ഓർമ്മിക്കാനായിട്ട് കുറച്ചധികം ഓർമ്മകളുണ്ട് എൻ്റെ. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ചെങ്കോട്ടയിൽ നിന്ന് മേക്കര അടവിനാർ ഡാമിൽ ആ ഭാഗത്തോട്ടൊക്കെയാണ് പോകാൻ പോകുന്നത്. ഈ റൂട്ടാണ് ചെങ്കോട്ടയിൽ നിന്ന് അച്ചൻകോവിൽ പോകുന്ന റൂട്ട്. ഇപ്പം നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനും കണ്ട് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കിട്ടും അച്ചൻകോവിലോട്ട് പോകാനായിട്ടും. പിന്നെ എനിക്ക് പോയി അച്ചൻകോവിലോട്ട് പോകാൻ ഇവിടുന്ന് ബസ്സും ഉണ്ട്. കൊല്ലം ജില്ലയിലെ പുനലൂർ വന്നു കഴിഞ്ഞാൽ പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും മിക്കപ്പോഴും KSRTC ബസ് അച്ചൻകോവിലോട്ട് പോകാനുണ്ട്. കാരണം അപ്പോൾ അതിലെ വരുന്നതെന്ന് വെച്ചാൽ ഈ വഴിയല്ല, പുനലൂർ പത്തനാപുരം അലിമുക്ക് വഴിയാണ് അച്ചൻകോവിലിൽ വരുന്നത്. ഏകദേശം ഒരു ഡീപ്പ് ഫോറസ്റ്റാണ്. ഒരു 40 ഈ അലിമുക്ക് എന്ന് പറയുന്നത് പുനലൂർ കഴിഞ്ഞ് അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം 35-40 കിലോമീറ്റർ കൊണ്ട് അച്ചൻകോവിലോട്ടുണ്ട്. അവിടുന്ന് തന്നെ ഫോറസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ബൈക്കിലും കാറിലൊക്കെ വണ്ടിയിലെല്ലാം എല്ലാ വാഹനത്തിലും വരാം. അങ്ങനെ ഫോറസ്റ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. പിന്നെ മൃഗങ്ങൾ അല്ലെങ്കിൽ ആനയുടെ ശല്യമൊക്കെ ഉണ്ട്. ഞാനൊക്കെ ഇറങ്ങുമെന്ന് വെച്ചാൽ ഇറങ്ങുമായിരിക്കും. പക്ഷെ അത് എന്നാലും പകലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇപ്പം നമ്മൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലത്ത് നിന്നും കൊട്ടാരക്കരയും പുനലൂരും തെന്മലയും ഇപ്പം ആര്യങ്കാവും കഴിഞ്ഞ് ചെങ്കോട്ട വന്നു. ചെങ്കോട്ടയിൽ നിന്ന് നമ്മളിപ്പം ലെഫ്റ്റ് അടിച്ച് മേക്കറിലോട്ടുള്ള റോഡിലോട്ട് പോവാണ്. ഇതാണ് അച്ചൻകോവിൽ റോഡ്. നമ്മൾ അച്ചൻകോവിലോട്ട് പോകാനല്ല വരുന്നത്. നമ്മൾ മേക്കരയിൽ അടവിനാർ ഡാമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനും തെങ്കാശി മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യാനും തന്നെയാണ് ഇവിടെ വന്നത്. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇറങ്ങിയപ്പം ചെറിയൊരു ക്ലൗഡി ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. വെച്ചാൽ മഴയില്ല എന്നാലും വെയിലുമില്ല, അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പം കാലാവസ്ഥ ഇത്രയ്ക്ക്. ഞാൻ രാവിലെ ഇറങ്ങിയപ്പം കൈയൊക്കെ കറുത്തിരുന്നതാണ്, എന്നാലും ഇപ്പം ഒന്നും കൂടെ കറുത്ത പോലായി. കണ്ട. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 വീലറിലൊക്കെയാണ് വരുന്നതെങ്കിൽ കുറച്ചൊക്കെ രാവിലെ വന്ന് ഒക്കെ കാണാനായിരിക്കും കുറച്ചും കൂടെ സുഖം. അല്ലെങ്കിൽ ഇതുപോലെ വെയിലത്ത് കിടന്ന് മൊരിയാനേ പറ്റും. അപ്പം രാവിലെ വരണം. ഇതൊക്കെ കാണണമെങ്കിൽ ഈ വയലും പാടവും ഈ ഡാമൊക്കെ കാണണമെങ്കിൽ രാവിലെ വരണം. അല്ലെങ്കിൽ ഈ വെയിലത്ത് വന്നിട്ട് അവിടെ കുടം പിടിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ റൂട്ട് വന്നാൽ നമ്മളൊരു പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ട്രിവാൻഡ്രത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അപ്പം ഈ ട്രിവാൻഡ്രത്തും കൊല്ലത്തുനിന്ന് ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ ട്രിവാൻഡ്രത്തും കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന സ്ഥലമൊക്കെ കവർ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രം കൊല്ലം എന്നൊക്കെ എടുത്തു പറഞ്ഞത്. മറ്റുള്ള ജില്ലക്കാർ വരുവാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം വരാനുള്ള സംഭവമൊന്നും ഇല്ല എങ്കിൽ പോലും ഇതിലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊക്കെ ചുമ്മാ ഒന്ന് വാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടൊക്കെ പോകാൻ നല്ല രസമായിരിക്കും. നമുക്ക് കണ്ണിന് ജന്തുവത് ഓക്കെ ലോറി ഓക്കെ നല്ല കുറച്ച് കാഴ്ചകളുണ്ട്. ഇപ്പം തെങ്കാശി ഇപ്പം നമ്മളെ കൊല്ലം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഒരു തമിഴ്നാടൻ ഗ്രാമം ആണ് ഈ ചെങ്കോട്ടയും
ഞാൻ പറഞ്ഞ തെങ്കാശിയൊക്കെ. തെങ്കാശി ജില്ലയിൽ വരുന്നതാണ് ഈ ചെങ്കോട്ടയും ഈ അടവിനാർ ഡാമും ഈ മേക്കലയൊക്കെ. ഇതിനകത്താണ് ഈ തെങ്കാശി ജില്ലയിൽ തന്നെ ഒരുപാടധികം കുറ്റാലവും അഞ്ചരുവി വാട്ടർഫാൾസും അതുപോലെ ടൈഗർ വാട്ടർഫാൾസും ഓൾഡ് കുറ്റാലവും ന്യൂ കുറ്റാലവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മറ്റുമൊക്കെ ഈ ഭാഗത്ത് ഒരുപാട് നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇതിനോട് ഇത്രയും വെള്ളച്ചാട്ടങ്ങളിവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞ ഈ പോകുന്ന റൂട്ട് മേക്കര അച്ചൻകോട് റൂട്ട്, മേക്കര അച്ചൻകോട് റൂട്ടിൽ ഈ അച്ചൻകോലോട്ട് പോകുന്ന വഴിക്ക് കുംഭാവരട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ കുറ്റാലം അതുപോലൊക്കെ തന്നെ, എന്നാൽ കുറച്ചും കൂടെ ഡീപ്പ് ഫോറസ്റ്റിലായിട്ട്. മറ്റേതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഇത് കുറച്ച് വണ്ടിയൊക്കെ വെച്ചിട്ട് പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറുന്ന രീതിയിൽ കാണാനൊക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ മോർണിംഗിൽ പറ്റുമെങ്കിലൊക്കെ രാവിലെ വന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട്, അപ്പം ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് വരുമ്പം ഇതേക്കൊക്കെ ഇങ്ങനെ വിയർക്കുമ്പം ഈ വെള്ളച്ചാട്ടത്തിലൊക്കെ ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കുളിച്ച് റിഫ്രഷ് ആയിട്ട് വൈകുന്നേരം തമിഴ്നാടിൻ്റെ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് ഒരു 6-6:30 മടങ്ങാം. ഞാൻ എൻ്റെ ഒരു കണക്കാണ് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ പ്ലാൻ ചെയ്യണമെന്നില്ല, നിങ്ങളെ താല്പര്യപ്രകാരം. ഇപ്പം ഞാൻ ഈ സ്പോട്ടുകളൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവിടെ വന്നാൽ ഒത്തിരി അധികം, ഇപ്പം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പോയി വരാവുന്ന കുറച്ചധികം സ്പോട്ടുകളുണ്ട്. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി വരണം അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. പിന്നെ നമുക്ക് ഞാൻ പറയാം, കൊല്ലം ഞാൻ പറയുന്നത് എപ്പോഴും വായിലിരുന്ന് കൊല്ലം നോക്കെ. ഈ കൊല്ലത്തൊക്കെ ഉള്ളവർക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടുക്കുമ്പം നൈസായിട്ട് ഇങ്ങോട്ട് കയറുന്നത് നല്ലതായിരിക്കും. അപ്പം 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താം കൊല്ലത്ത് നിന്ന്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. കണ്ട ബോർഡ് കണ്ട, അച്ചൻകോവിൽ കടയനല്ലൂർ. റൈറ്റിലോട്ട് പോയാൽ തെങ്കാശിയിലോട്ട് പോവാം. 10 കിലോമീറ്റർ ഉള്ളു തെങ്കാശിയിലോട്ട്. അച്ചൻകോവിൽ, ഇത് അച്ചൻകോവിൽ റൂട്ടാണ്. അതേ അടവിനാർ ഡാം. വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. തമിഴ്നാടിൻ്റെ ദേശീയ വാഹനം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അന്ന് പറന്നടിച്ചാ പോകണം. കേരള വണ്ടിയാ, KL40 കമ്പനിയാണ്. അതെന്താ എടുത്തോണ്ടിട്ട വണ്ടിയാണ്. യാർക്ക് തെറിയുമടാ. അപ്പം നമ്മളിപ്പം ഏകദേശം നമ്മുടെ ചെങ്കോട്ടയിലെ അതിപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് തിരുമലക്കോവിൽ. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറഞ്ഞതാണ്. തിരുമലക്കോവിൽ ഇവിടുന്ന് ലെഫ്റ്റാണ്. ഇവിടുത്തെ ഒരു ഫേമസ് സംഭവമാണ് തിരുമലക്കോവിൽ. അടിപൊളി ഒരു സ്പോട്ടാണ്. നിങ്ങൾക്ക് തൊഴുവാൻ വരാം, അല്ലാതെ കാണാൻ തന്നെ വരാൻ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. വെച്ചാൽ നല്ല ഹൈറ്റിലുള്ള ഒരു വലിയ പാറയുടെ മണ്ടയിലെ ഈ അമ്പലം നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തൊഴുവാനായിട്ട് വരാം, അല്ലാതെ ജസ്റ്റ് കാണാനായിട്ടൊക്കെ വരാം. നല്ല ഒരു കണ്ണിന് കാഴ്ചയിരുന്നൊരു നല്ല അടിപൊളി ഒരു ക്ഷേത്രമാണ്. നമ്മുടെ പുഷ്പ സിനിമയിലൊക്കെ ഉള്ള ക്ഷേത്രം തന്നെയാണ്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി അറിയുന്നവർക്ക് ഇതൊക്കെ കേട്ടിട്ട് അയ്യോ ഇതൊക്കെ അങ്ങനെയൊക്കെ അറിയാം, ഇതൊക്കെ എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കേസാണെന്ന് എനിക്കറിയാം. ഇതുപോലും ഇതൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ അറിഞ്ഞോട്ട്, അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. പുഷ്പയിലെ മറ്റേ സ്വാമി പാട്ടും അതിനകത്ത് കുറച്ച് അധികം രംഗങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എനിക്ക്
എപ്പോഴും ഇതിൽ വരുമ്പോൾ ഈ സ്കൂള് നല്ല അടിപൊളി ഒരു ആംബിയൻസ് നിൽക്കുന്ന സ്കൂളാണ്. ഒരു ആൽമരവും അത് കാണാൻ പറ്റില്ല. നല്ലൊരു ആംബിയൻസ് ആണ് ഈ സ്കൂളിൽ കാണാൻ. നമ്മൾ ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ട് തിരുമലക്കോവിലോട്ട്. നമ്മൾ പോകണോ അതോ ലോറി കയറും? ലോറി 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 നേരെ കാണുന്നതാണ് തിരുമല കോവിൽ. ഈ കാണുന്ന കാഴ്ച, ഈ ഒരു റോഡ് ഓക്കെ, എത്ര നല്ല ശാന്തമായിട്ടുള്ള റോഡാന്ന് നോക്കുക. എന്ത് സുന്ദരം. ഇവിടെ ഇങ്ങനെ ഒരു പായൊക്കെ വിരിച്ചിങ്ങനെ കിടന്നാൽ എത്ര മനോഹരം നോക്ക്. എനിക്കറിയാത്ത കാര്യമൊന്നും അല്ല ഇത്. അടിപൊളി. ഞാൻ എപ്പോഴും വരുമ്പോൾ ഇത് കാണുന്നതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയൊരു പാറയാന്ന് കേട്ടോ. പാറമലയാണോ എന്തോ ഇത്? വലിയൊരു പാറ, കുറെ പൂത്തുകൾ. ഒരാളോട് തണ്ണി അടിക്കുന്നു. തണ്ണിയാ മാട് മേയ്ക്കാൻ വന്ന അണ്ണൻ. സേവ് വൈൽഡ് ലൈഫ്. ഇവിടെ മാൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. മാനിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുന്നു. കൃഷി ചെയ്തിട്ട് എന്തോ ധാന്യം ഒരു വേർതിരിക്കുന്നു. ഓക്കെ, ഒരമ്മ ആടുമായിട്ട്, ഒരമ്മയും ഒരപ്പൂപ്പനും കൂടെ ആടുമായിട്ട് ഇങ്ങനെ പോകുന്നു. എന്ത് നല്ല കാഴ്ചകൾ. കൃഷി അവരുടെ കൃഷിയായിരിക്കും ഇത്. വ്യവസായം. തമിഴ്നാട്ടിൽ കൃഷിക്ക് പറയുന്ന വ്യവസായം എന്നാണ്. അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അല്ലേ? ഇപ്പം എന്നായിരിക്കും ചിന്തിക്കുന്നത്. സോറി, ഞാൻ പറഞ്ഞേ ഉള്ളു. ഈ വ്യവസായം, നമ്മുടെ നാട്ടിലെ വ്യവസായം എന്ന് വെച്ചാൽ എന്തുവാ? കൃഷിയാണേ, വ്യാവസായിക അടിസ്ഥാനം. നമ്മുടെ നാട്ടിലെ വ്യവസായം മറ്റേ വ്യവസായമല്ലേ. ഇത് കൃഷിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് വിജനമായിട്ടുള്ള റോഡ്. ഇങ്ങനെ റോഡ് ഉണ്ടാക്കി നമ്മളെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ കൊടുക്കണം. ഇപ്പം ഡ്രൈവിംഗ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ട്രാഫിക് കൊണ്ടിട്ട് ബാക്കി പോകുന്നതിൻ്റെ മുതുകത്ത് കൊണ്ട് ഇടിക്കുന്ന രീതിയിലാണ്. അപ്പം ഇങ്ങനത്തെ റോഡാണെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിച്ച് പരിശീലനം നേടാം. അങ്ങനല്ലേ? ഇവിടെ ഒരു സെറ്റപ്പ് ഇരിക്കാനാണെന്നുള്ള സാധനമൊന്നും ഇരിക്കണമെങ്കിൽ പിന്നെ ഏണി വെക്കണം. നേരെ കാണുന്നതാണ് കേട്ടോ, മലമണ്ടേ കാണുന്നതാണ്. സമി 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 സമി. അപ്പം നമ്മുടെ തിരുമല കോവിലാണ് മോളിൽ കാണുന്നത്. കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ പോകുന്ന റോഡ് അതുപോലെ ഇതൊക്കെ കാണാൻ പറ്റും. ഞാൻ പറയുന്നത് കേൾക്കാൻ. വണ്ടാടും പോട്ടൽ വേറെ സ്ഥലത്തിൻ്റെ പേരാണ്. വണ്ടാടും വണ്ടുണ്ടെന്ന്. വണ്ടാടും പോട്ടൽ. നമ്മളെ എന്തൊരു വിജനമായിട്ടുള്ള റോഡ്. നല്ല രസമുണ്ട്. പക്ഷെ ഇത് കൊള്ളാം. ഒരു പഴയ പൗരാണികത നിലനിർത്തുന്നൊരു പഴയ കെട്ടിടം. പണ്ടത്തെ ഇവിടുത്തെ ഏതോ ജന്മീടെ കണ്ട് വീടാ മച്ചമ്പുറം കണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തിരുമലക്കോവിൽ. ഇവിടെ ഒരു അമ്മൻ വെള്ളം മാമ്പഴവും തോട്ടത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവച്ചേക്കുന്ന മാമ്പഴമെന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് തെങ്കാശിയിലെ തിരുമലക്കോവിലാണ്. അപ്പം ഇവിടെ ഇപ്പം വന്നപ്പം നാട്ടുവെയിലായി. പൊരിഞ്ഞ വെയിലത്ത് മല കയറാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ട് ഈ എൻട്രി വരെ വന്നിട്ട് പോവുകയാണ്. ഈ തമത്തെ കട ആൾക്കാർക്ക് ഇരിപ്പുണ്ട്. രാവിലെ കയറിയതായിരിക്കും, ഇറങ്ങി കാണത്തില്ല. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം കയറാനുള്ളവരായിരിക്കും അല്ലേ. നോക്ക, ആൾക്കാരൊക്കെ എത്ര ഹൈറ്റിൽ ഇങ്ങനെ ആ വെയിലത്തിങ്ങനെ ഇരിക്കുന്നത്. വെയിലത്ത് ഇറങ്ങുമെന്ന് തോന്നുന്നു.
കേരളത്തിലൊരു വണ്ടി അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ തിരുമല കോവില്. പുഷ്പയിലെ പാട്ട് സീനും പിന്നെ കുറച്ച് സീനൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ വെച്ച്. തിരക്കോ കാര്യങ്ങളോ നല്ലൊരു ഗ്രാമാന്തരീക്ഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ. കോഴികളൊക്കെ റെസ്റ്റ് എടുക്കുന്നു ഉച്ചയ്ക്ക്, വെയിലുള്ളതായിരിക്കാൻ. നാട്ടിലുള്ള കോഴികളെ പോലൊന്നുമല്ല, കാക്കയുടെ സൈസേ ഉള്ളൂ നമ്മൾ. ഓക്കെ, എനിക്ക് തോന്നേ ഇതിവിടുത്തെ സേവലോ അറിയില്ല, ഒരു കോഴി ആ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ട് കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ട്. പൂമാലയും അതുപോലെ മലയിറങ്ങി വരുന്നവർക്ക് കുടിക്കാനുള്ള സ്നാക്സും വെള്ളവും, പിന്നെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പുറത്തു പോലെ കുറച്ച് പൊരിപ്പ് കടകളും പൂക്കടകളും, പിന്നെന്താണ് ചക്കയോ. ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ അല്ലല്ലോ, ഇവർ ഈ ചക്കയൊക്കെ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് അത് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ കേരളത്തിൽ നല്ല ചക്കയൊക്കെ എപ്പോഴും ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചക്കയോട് അത്ര പ്രിയമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ചക്കയൊക്കെ അവർക്ക്, തമിഴ്നാട്ടിൽ ഞാൻ ഏത് സ്ഥലത്ത് പോയപ്പോഴും എല്ലാം ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം ചക്ക ഇങ്ങനെ വച്ചേക്കുന്നു മുറിച്ച്. അത് നല്ലൊരു കാഴ്ചയാണ് സംഭവം. നമുക്ക് മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന രീതിയാണ്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ നിന്നും പോകുന്നു. പട്ടി മല ഞാൻ പലപ്പോഴും അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും നടുവെയിലത്ത്, അല്ലെങ്കിൽ ഇപ്പം ക്ഷേത്രം അടച്ചിരിക്കുമായിരിക്കും. വൈകുന്നേരം ആയിരുന്നെങ്കിൽ ഒന്ന് മലമണ്ട കയറി കാണിക്കാൻ. ഞാൻ ഈ ഭാഗത്ത് എപ്പോഴും വൈകുന്നേരം ഉണ്ടെങ്കിൽ വന്ന് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പം ശരി. അപ്പം ശരി, തെങ്കാശിയിലെ അടുത്ത ലൊക്കേഷൻ പോയിട്ട് കാണിക്കാം. ബൈ.